അമേരിക്കയോട് വളരെ മാന്യമായി നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാനാവില്ല ഉപരോധത്തിലൂടെ എന്ന് പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്ത ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നാണ് 1998 പൊഖ്റാൻ സ്ഫോടനം നടന്നു, പരീക്ഷണം നടന്നു. ബുദ്ധൻ രണ്ടാമത് ജനിച്ച സമയം ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊഖ്റാൻ മരുഭൂമിയിൽ ഇന്ത്യ നടത്തിയപ്പോൾ അമേരിക്ക ചന്ദ്രഹാസമിളക്കി ഇന്ത്യക്കെതിരെ കർശനമായ ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ത്യ പറഞ്ഞു ആയിക്കോട്ടെ, ഞങ്ങൾ നേരിട്ട് കൊള്ളാം. എത്ര ശാന്തമായിട്ടാണ് അത്! അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്താണ്. അതിനുശേഷം വാജ്പേയി ഒരു ടേം കൂടെ ഭരിച്ചല്ലോ. വാജ്പേയിയുടെ രണ്ടാം ഗവൺമെൻറ്, 13 ദിവസത്തെ ആദ്യ ഗവൺമെൻറ്, ഇത് 13 മാസത്തെ രണ്ടാം ഗവൺമെൻറ്, 98-99 കാലഘട്ടത്തിലെ രണ്ടാം ഗവൺമെൻറ്. അതും കഴിഞ്ഞ് മൂന്നാം ഗവൺമെൻറ് 1999 മുതൽ 2004 വരെ ഉണ്ടായിരുന്ന വാജ്പേയിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി നയിച്ച NDA സർക്കാർ, ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തിയല്ലോ. പിന്നീട് അതായത് ഉപരോധമൊക്കെ ഒരു ഫലവുമില്ലാതെ പോയി. അമേരിക്കൻ ഉപരോധം ഇന്ത്യക്കെതിരെ ഒട്ടും ചിലവായില്ല. അതിനുശേഷം 2006 കഴിഞ്ഞപ്പോൾ ആണവ ചർച്ചയിലേക്ക് വരുമെന്ന് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് 2004. അതിനുശേഷം ഇൻഡോ US സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് 1-2-3 എഗ്രിമെൻറ്റ് ഹൈഡാക്ട് അനുസരിച്ച് നടത്തിയ 1-2-3 അമേരിക്കൻ എനർജി സെക്യൂരിറ്റി ആക്ടിലെ 123 പ്രൊവിഷൻ അനുസരിച്ച് ഇന്ത്യക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ആണവ ഇന്ധനം ഉണ്ടാക്കാനും സ്വീകരിക്കാനും ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ നിന്നും വേണ്ട രീതിയിൽ ഇന്ധനം കിട്ടാനും സിവിൽ ന്യൂക്ലിയർ ആവശ്യത്തിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാനും ഒക്കെയുള്ള അനുവാദം, അവകാശം ഇതെല്ലാം ലഭിച്ചു. അമേരിക്കയുടെ ടെക്നോളജി ഉൾപ്പെടെ അമേരിക്കയുമായി അടുത്ത ബന്ധമുണ്ടായി. ഉപരോധം പ്രഖ്യാപിച്ച അതേ അമേരിക്ക തന്നെ വഴിക്ക് വന്നില്ലേ? അതേസമയം പഞ്ചപുച്ഛമടക്കി അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അമേരിക്കൻ ഉപരോധത്തിൽ ഇന്ത്യ അങ്ങ് പഞ്ചപുച്ഛമടക്കി ഞങ്ങളെ ഉപരോധത്തിൽ നിന്നും ഞങ്ങൾ എന്തും ചെയ്യാം, ഞങ്ങളെ ഉപരോധത്തിൽ നിന്നും ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് ഇവിടെ 2012 അതേ മൻമോഹൻ സിംഗ്. ഇപ്പോൾ 2008-9 വർഷത്തെ മാന്ദ്യം പോലും നമ്മൾ മറികടന്നു എന്ന് ഓർക്കണം. ഉപരോധമൊക്കെ എന്ന് അവസാനിച്ചു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ അമേരിക്കൻ വിപണികൾ ഉൾപ്പെടെ തകർന്നടിഞ്ഞപ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ വിപണികൾ പിടിച്ചു നിന്നു. അതിനുശേഷം 2012 അമേരിക്ക നടത്തിയ നീക്കങ്ങൾ, അതിനെ കർശനമായി വിമർശിച്ചുകൊണ്ടാണല്ലോ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചത്. അപ്പോൾ ട്രിപ്പോളിയിൽ ഗദ്ദാഫിയെ പുറത്താക്കാനായി നടത്തിയ നീക്കം, സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി 2003 നടത്തിയ നീക്കം, ഇതൊക്കെ കൃത്യമായി അതത് സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വിമർശിച്ചു എന്ന് പറയുമ്പോൾ നിലപാടുകളുള്ള ഒരു രാജ്യം അമേരിക്കയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു നിലപാടായിരുന്നില്ല ഭാരതത്തിന്. അതിൽ നിന്നും തികച്ചും വിഭിന്നമല്ലേ അമേരിക്കയെ പ്രീണിപ്പെടുത്താൻ വേണ്ടി എക്കാലത്തും സുഹൃത്തായിരുന്ന റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം കുറച്ചുകൊള്ളാം എന്ന് പറയുകയും പ്രവർത്തിച്ചില്ല പൂർണ്ണമായി. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഞങ്ങൾക്ക് ചില ഉറപ്പുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, സോറി ടു സേ ദിസ്, ഉറപ്പുകൾ നൽകിയിട്ടില്ല, ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് കരളുറപ്പോടുകൂടി, ചങ്കുറപ്പോടുകൂടി എന്തുകൊണ്ട് ഇന്ത്യയുടെ നേതൃത്വം പറഞ്ഞില്ല? ഇതെക്കാലത്തും ഒരു കളങ്കമായി നിൽക്കും. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മിതമായ ഭാഷയിൽ പറയുക എന്നത് കൂടിയാണ് നയതന്ത്രം. അപ്പോൾ പിന്നെ അമേരിക്ക പറയുന്നത് പലതും കേട്ട് കണ്ടില്ല എന്ന് നടിച്ച് ഒക്കെ നിൽക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് ചില ബെനിഫിറ്റുകളുണ്ട്, ചില ട്രേഡ് ബെനിഫിറ്റുകളുണ്ട്, ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മുടെ കോമ്പറ്റിറ്റേഴ്സുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ചില ഇക്കണോമിക് ബെനിഫിറ്റുകൾ ലഭിക്കും എന്നൊക്കെയാണ് ചിന്ത. നമ്മുടെ സുരക്ഷാ ഭീഷണിയും കൂടെ ചേർത്ത് വായിക്കണം. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ ഒരു ബാലൻസ് തീരുമാനത്തിൽ എത്തുന്നത് അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനെ ഇപ്പോൾ ഇന്ത്യ കണ്ണു ചുമ്മിയിരിക്കുന്നു, മുട്ടുമടക്കിയിരിക്കുന്നു, പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു, അമേരിക്കൻ തീട്ടൂരത്തിന് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നു, ഏറാൻ മൂളിയായി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് മേലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്ന ആരോപണം ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ അതിനെ വിമർശിക്കുന്നതിന് പകരം ആ വിമർശനത്തിൽ, സോണിയാഗാന്ധി ഉയർത്തിയ വിമർശനത്തിൽ, ഇന്ത്യയുടെ നിലപാടില്ലായ്മയെക്കുറിച്ച് ഉയർത്തിയ വിമർശനത്തിൽ കഴമ്പുണ്ട് എങ്കിൽ അത് കണ്ടെത്തി തിരുത്തി ഒന്നാന്തരം
സെൻട്രലിസ്റ്റ് പാത്തിലൂടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നിലപാടുകളുള്ള ചെറിയ കാലത്തും അങ്ങനെയാണ്. നമ്മൾ റഷ്യയോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ റഷ്യ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറിയപ്പോൾ 78 ഇന്ത്യ പറഞ്ഞു നിങ്ങൾ ചെയ്തത് തെറ്റ്. അന്ന് ഇന്ത്യയുമായി വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് ഓർക്കണം. അങ്ങനെയുള്ള നിലപാടുകൾ എടുത്ത ധീരോജ്വലമായ നിലപാടുകൾ എടുത്ത ഭാരതം ഇന്ന് നിലപാടുകൾ എടുക്കാനോ അത് പരസ്യമായി പ്രഖ്യാപിക്കാനോ അമാന്തിക്കുന്നു എന്നത് ഖേദകരമാണ്.